സഹായത്തിനു വേണ്ടി ഞാൻ കൈകൾ നീട്ടി കെഞ്ചി. ആരും എന്നെ സഹായിച്ചില്ല. സമൂഹം എന്നെ ഒരു കീടമായും കുറ്റവാളിയായും മുദ്രകുത്തി. നല്ലവളെന്ന് ഞാൻ സ്വയം കരുതുന്നില്ലെങ്കിലും ഞാൻ ഒരിക്കലും ഒരു കുറ്റവാളിയായിരുന്നില്ല. ഞാൻ ആകെ ചെയ്തത് എന്നോട് കാണിച്ച ക്രൂരതകൾക്ക് പകരം വീട്ടുക മാത്രമാണ്. എല്ലാത്തരം കൊള്ളക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഘാതകന്മാർ എൻ്റെ ജീവന് വേണ്ടി കൊതിച്ചു. പത്രലേഖകൻ എൻ്റെ കഥയ്ക്ക് വേണ്ടി ഉറക്കമിളച്ചു. എൻ്റെ ജീവിത സത്യങ്ങൾ തുറന്നു പറയാനും എനിക്ക് അനുഭവിക്കേണ്ടി വന്ന അനീതി തുറന്നു കാട്ടാനും കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ അനുഭവ വിവരണം അപമാനിക്കപ്പെടുന്ന മറ്റ് സ്ത്രീകൾക്കും എൻ്റെ സഹോദരികൾക്കും ചൂഷണം ചെയ്യപ്പെടുന്ന എൻ്റെ സഹോദരന്മാർക്കും സഹായകമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഭൂലൻ ദേവി. ഇന്നോളം പലതരം ആത്മകഥകൾ വായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരുടെയും നവോത്ഥാന നായകന്മാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും എഴുത്തുകാരുടെയും കള്ളൻ്റെയും മദ്യപാനിയുടെയും ലൈംഗിക തൊഴിലാളിയുടെയും ഒക്കെ. ഓരോ ആത്മകഥയും വ്യക്തിയനുഭവങ്ങൾക്കപ്പുറം സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ കൂടിയാണ്. ആത്മകഥകൾ വായിച്ചു തുടങ്ങിയ കാലത്ത് ഏതെങ്കിലും മേഖലയിൽ പ്രശസ്തരായവർക്ക് മാത്രം അല്ലെങ്കിൽ ജീവിത സായാഹ്നത്തിൽ എഴുതാവുന്ന ഒന്നാണ് ആത്മകഥ എന്നൊരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ വായന പുരോഗമിച്ചു തുടങ്ങിയപ്പോൾ അത്തരം ധാരണകളെ മാറ്റി നിർത്തേണ്ടി വന്നു. തികച്ചും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ അനുഭവങ്ങൾ വായിച്ചു തുടങ്ങിയപ്പോൾ പലപ്പോഴും നെഞ്ചു കീറി, കണ്ണിൽ രക്തം പൊടിഞ്ഞു. എന്നാൽ ചില പുസ്തകങ്ങൾ കോരിത്തരിക്കുകയും ചെയ്യും. ഈ അനുഭവങ്ങളിലൂടെയെല്ലാം ഞാൻ കടന്നുപോയൊരു പുസ്തകമാണ് ഞാൻ ഭൂലൻ ദേവി. അതെ, 1980കളിൽ ചമ്പൽക്കാടുകളെ വിറപ്പിച്ച് ചമ്പൽ റാണി എന്ന വിശേഷണത്തിൽ അറിയപ്പെട്ട 2001 ഒരു വെടിയൊച്ചയുടെ അറ്റത്ത് പൊലിഞ്ഞുപോയ തീപ്പൊരി നക്ഷത്രം, ഒരേ ഒരു മണ്ടിക്കൂൻ, ഭൂലൻ ദേവിയുടെ ആത്മകഥ. 1961 ഓഗസ്റ്റ് 10 ഉത്തർപ്രദേശിലെ ജലാൻ ജില്ലയിൽ ഒരു കുഗ്രാമമായ ഖോരാക്ക പർവിലാണ് ഭൂലൻ ദേവിയുടെ ജനനം. കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു അവളുടെ ബാല്യം. ഹരിജന വിഭാഗത്തിലാണ് അവളുടെ ജനനം എന്നതിനാൽ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഏറ്റവും താഴെയുള്ള വെറും ചണ്ടാലത്തെ വളരാൻ അവൾ വിധിക്കപ്പെട്ടു. ബാല്യം മാറും മുമ്പേ വെറും 11-ാം വയസ്സിൽ തന്നെക്കാൾ ഏറെ പ്രായം ചെന്ന ആളുമായി അവളുടെ മാതാപിതാക്കൾ വിവാഹം ചെയ്തയച്ചു. പുലർച്ചെ മുതൽ രാവിരുട്ടുവോളം വീട്ടുജോലിയും ചെറിയ കുട്ടിയെന്ന് പോലും പരിഗണിക്കാതെയുള്ള പീഡനങ്ങളുമാണ് അവളെ അവിടെ കാത്തിരുന്നത്. ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലെന്നുള്ള വിവരമറിഞ്ഞ് ഭൂലൻ ഭർത്താവിനോട് അമ്മയെ ഒരു നോക്ക് കണ്ടിട്ട് വരാനുള്ള അനുവാദത്തിനായി കേണപേക്ഷിച്ചെങ്കിലും അനുവാദം കിട്ടിയില്ല. അവിടെ ആദ്യത്തെ റാണി ജനിക്കുകയായിരുന്നു. അവൾ ഭർത്തൃവീട് ഉപേക്ഷിച്ച് അമ്മയെ പരിചരിക്കാനെത്തി. എന്നാൽ ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണിനെ വീട്ടിൽ നിർത്തുന്നത് രാമമുഖ്യർ തടസ്സം നിന്നു. അങ്ങനെ അവളെ പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിലേക്ക് അയക്കാൻ തീരുമാനമായി. അവിടെയും അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല. പകൽ മുഴുവൻ വിശ്രമമില്ലാത്ത വീട്ടുപണിയും ഒപ്പം അയാളുടെ മൂത്ത മകന്റെ ശല്യവും. അവൾ ആ വീടും വിട്ടിറങ്ങി. അവിടെ നിന്നും വീട് വിട്ടിറങ്ങിയ ഭൂലൻ ഭർത്താവിന്റെ അടുത്ത് വീണ്ടും ചെന്നെങ്കിലും അയാൾ അപ്പോഴേക്കും മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. ഭൂലനെ കണ്ടതും കലിപൂണ്ട അയാൾ ഗ്രാമത്തിൽ നിന്നും തല്ലി ഓടിച്ചു. തിരികെ വീട്ടിലെത്തി അവളെ കാത്തിരുന്നത് ഒരു പീഡനക്കാലമായിരുന്നു. തങ്ങൾക്ക് അവകാശപ്പെട്ട നിലം ചതിച്ചു കൈക്കലാക്കിയ ഒരു ബന്ധുവിനെ അവൾ ചോദ്യം ചെയ്തിരുന്നു. ഉയർന്ന ജാതിക്കാരോട് ബന്ധവും അത്യാവശ്യം സാമ്പത്തികവുമുള്ള അയാൾ ഭൂലനെ ഒരു മോഷണക്കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഏതാണ്ട് 1 മാസത്തോളം ജയിലിൽ ഭൂലനെ അവർ ക്രൂരപീഡനത്തിന് ഇരയാക്കി. അവസാനം പിതാവ് മേൽജാതിക്കാരുടെ കാലിൽ വീണപേക്ഷിച്ച് ഭൂലനെ ജയിലിൽ നിന്നും പുറത്തിറക്കി. എന്നാൽ ഗ്രാമത്തിൽ തിരികെ എത്തിയ അവളെ ഗ്രാമീണവാസികൾ ശപിക്കപ്പെട്ട വേശ്യയെന്ന് കൂവി വിളിച്ച് അപമാനിച്ചു. ഭൂലൻ എന്ന ശാപത്തെ ഒഴിവാക്കാൻ ഗ്രാമപ്രമുഖർ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ വഴി അതിക്രൂരമായിരുന്നു. ബാബു ഗജ്ജർ എന്നൊരു കൊള്ളക്കാരന് അവളെ കൈമാറുക. എരുതിയിൽ നിന്നും വറചട്ടിയിലേക്കാണ് അവൾ എറിയപ്പെട്ടത്. കുടുംബാംഗങ്ങളെ പിരിഞ്ഞ വിഷമം കൂടാതെ രാപ്പകലില്ലാതെയുള്ള ക്രൂരപീഡനങ്ങളും താങ്ങാനാവാതെ അവൾ കൊള്ളസംഘത്തിൽ നിന്നും ഒളിച്ചോടി തന്റെ വീട്ടിൽ തിരിച്ചെത്തി. രക്ഷപ്പെട്ടു ഓടിയ ഭൂലൻ വീട്ടിലെത്തിയെന്നറിഞ്ഞ അവളെ പിടികൂടാൻ ഗജ്ജർ അവളുടെ വീട്ടിലെത്തി. കൊന്നാലും തിരിച്ച് സംഘത്തിലേക്കില്ലെന്ന് അവൾ ആണയിട്ടു. നാടും കാടും വിറപ്പിച്ചിരുന്ന ഗജ്ജറിന് അതൊരു അപമാനമായിട്ടാണ് തോന്നിയത്. തന്റെ പേര് കേട്ടാൽ വിറയ്ക്കുന്ന നാട്ടിൽ ഒരു നരന്ത് പെണ്ണ് തന്നെ എതിർത്ത് സംസാരിച്ചിരിക്കുന്നു. അയാൾ വിറകൊണ്ടു. അയാൾ ഭൂലന്റെ കുടുംബത്തിന് നേരെ തോക്ക് ചൂണ്ടി. മറ്റെന്തിനേക്കാളും കുടുംബത്തെ സ്നേഹിച്ച ഭൂലന് അയാൾക്കൊപ്പം പോവുകയല്ലാതെ മറ്റു നിവൃത്തിയുണ്ടായിരുന്നു. കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അവളെ അയാൾ നഗ്നയാക്കി മർദ്ദിച്ചു. കുതിരയുടെ പിറകിൽ അവളെ കെട്ടിവലിച്ചു പോകും വഴിയെല്ലാം അവളെ മർദ്ദിച്ചു. എന്നിട്ടും കോപമടങ്ങാതെയുള്ള ഗജ്ജർ അവളെ കൊന്നുകളയാൻ തീരുമാനിച്ചു. എന്നാൽ അങ്ങനെ മരണപ്പെട്ടു പോകേണ്ടവളായിരുന്നില്ല അവളുടെ ജീവിതം. അവൾക്ക് കുറച്ച് കണക്കുകൾ തീർക്കാൻ ജീവൻ ബാക്കി വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അവളുടെ മുന്നിൽ ഒരു രക്ഷകൻ അവതരിച്ചു. വിക്രം മല്ല, കൊള്ളസങ്കേതത്തിലെ 2ാമൻ. ഇതിന്റെ ബാക്കി ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ വായിച്ചു തന്നെ അറിയുക. ഭൂലൻ ദേവി ജീവിച്ചത് വെറും 38 വർഷം മാത്രമാണ്. എന്നാൽ ഭൂലൻ ദേവി എന്ന പണ്ഡിറ്റ് അക്കാലയളവ് ധാരാളമായിരുന്നു. ഇനി ഒരാൾക്കും നടന്നു പോകാനാകാത്ത പാതയിലൂടെ ആയിരുന്നു അവൾ സഞ്ചരിച്ചത്. ഇക്കാലത്തെ സ്ത്രീകൾക്കൊരിക്കലും പ്രതികാരദുർഗയാവാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ലോകത്തെ ആകെ തൻ്റെ ജീവിതത്തിലൂടെയാണ് അവൾ ഞെട്ടിച്ചത്.
സിനിമയെപ്പോലും വെല്ലുന്ന ജീവിതം ജീവിച്ചു തീർത്ത ഭൂലൻ മൺമറഞ്ഞിട്ട് 2 ദശാബ്ദത്തോളം എത്തിയിട്ടും ഭൂലൻ ദേവി എന്ന് കേട്ടാൽ ഇന്നും ചമ്പൽക്കാട് ആകെ ഞെട്ടിവിറയ്ക്കും. അതാണ് ഭൂലൻ ദേവി, ചരിത്രത്തിലെ ഒരേയൊരു ബണ്ടിരിക്കുന്നു. പുസ്തകം ഞാൻ ഭൂലൻ ദേവി. പരിഭാഷ KS വിശ്വംഭരദാസ്. പ്രസാധനം ഒലീവ് ബുക്സ്. വില 200 രൂപ. കുറിപ്പ് തയ്യാറാക്കിയത് ജോയ്സ് ജോസ്. ശബ്ദം രതീഷ് ആർ നായർ.